ഹായ് ഹലോ, ഇന്നൊരു വ്ളോഗാണ്. ഞാനും മോളും അനിയത്തിയും കൂടെ കൊച്ചിയിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വടകര റെയിൽവേ സ്റ്റേഷനിൽ 5:50 ട്രെയിനിൽ കയറി ഞങ്ങളൊരു 11 മണിയാകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തി. ആലുവയിലെത്തുമ്പോഴത്തേക്കും ബ്രദർ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഞാനും മോളും ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. ഇതിൻ്റെ 2 മാസം മുന്നേ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിലും മെട്രോയിലൊന്നും കയറാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. ഇടപ്പള്ളിയിൽ നിന്ന് മെട്രോയിൽ കയറി ഞങ്ങൾ നേരെ ലുലു മാളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ മെട്രോയിലേക്ക് പോവാണ്. ഒരുപാട് ദൂരം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ മൂന്നാൾക്കും നല്ല ക്ഷീണമുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ കൊച്ചിയിലേക്ക് വന്നത്. പോരാത്തതിന് ഈസ്റ്ററിൻ്റെ ടൈമും. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു മെട്രോയിലും അതേപോലെ തന്നെ ലുലു മാളിലും. നല്ല തിരക്കായതുകൊണ്ട് തന്നെ മെട്രോയിൽ സീറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് ഞങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് ആയപ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി പിന്നെ സീറ്റ് കിട്ടി. മെട്രോയിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മോൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൗതുകം തന്നെയാണ് എനിക്ക് മെട്രോയിൽ കയറിയപ്പോഴാണ് തോന്നിയത്. രാവിലെ കഴിച്ച ഫുഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ഫുഡും കഴിക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല. 2 ദിവസത്തേക്ക് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്ന ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ലുലു മോളിൻ്റെ സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. ഒരുപാട് സമയം ലുലു മോളിൽ കറങ്ങി ഏകദേശം ഇപ്പോൾ 7:30-8 മണിയോളം ആയിട്ടുണ്ട്. നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ KFCയിലോട്ടേക്കാണ് വന്നത്. ലാസ്റ്റ് മോൾക്കൊരു ചോക്ലേറ്റ് വാനില ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് മെട്രോയിലേക്ക് പോവാണ്.
എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ഫുഡൊന്നും കഴിക്കണ്ട, നേരെ റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതി. തിരിച്ച് ഞങ്ങൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ റൂമിലോട്ടേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചായ കുടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഒരു ഷോപ്പിൽ കയറി ഇതേപോലുള്ള കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് നമുക്ക് ആ ഷോപ്പിൽ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കൊച്ചിയിൽ 2-3 ദിവസം. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് പുലർച്ചെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസം വീട് വിട്ട് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ കുറച്ച് ദിവസം വീട്ടിന് പുറത്തേക്ക് പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അതായത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ തിരിച്ചു കയറുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വടകരയിലെത്തി. അപ്പോൾ കാര്യമായി തിരക്ക് പിടിച്ച് തിരിച്ചു വന്നത് നമുക്ക് കുറേ കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതായിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.